ശമ്പളം മുടങ്ങിയല്ലോ. ആര് നിങ്ങളല്ലേ പറഞ്ഞ മുടങ്ങിയെന്ന്? മുടങ്ങിയോ? അതാ ചോദിച്ചത്. ശമ്പളം മുടങ്ങിയോ? നിങ്ങൾ മുടങ്ങിയോ ശമ്പളം? വെറുതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളമൊന്നും മുടങ്ങിയില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണോ? ഇല്ല, ശമ്പളമൊന്നും മുടങ്ങിയിട്ടൊന്നുമില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം മുടങ്ങി. തുടർച്ചയായ രണ്ടാം ദിനവും പണമില്ലാതെ ശമ്പള വിതരണം മുടങ്ങിയതോടെ ജീവനക്കാർ പ്രതിഷേധിച്ച് തെരുവിലും ഇറങ്ങി. തിങ്കളാഴ്ചയും ഇതേ രീതിയിൽ ശമ്പളം കിട്ടിയില്ല എങ്കിൽ നിരാഹാര സമരം തുടങ്ങും എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി ശമ്പളം മുടങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായില്ല അങ്ങനെ ഒരു ശമ്പളം മുടങ്ങിയെന്ന് പറയാൻ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയാൽ വലിയ അപകടം സംഭവിക്കുമോ എന്നുള്ള തിരിച്ചറിയൊന്നും വേണ്ട. മുടങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ്. 1,07,500 കോടി റുപ്യ ഈ കേന്ദ്രം ഇക്കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തില്ല. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. ഇപ്രാവശ്യം 57,000 കോടി റുപ്യയും അതിന് പുറമെ 6,000 കോടി റുപ്യയുടെ പല സംസ്ഥാന കേന്ദ്ര സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതും കൊടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ ഇതെല്ലാം പറയണം രാജ്യത്ത്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ശമ്പളം മുടങ്ങിയല്ലോ. ആര് നിങ്ങളല്ലേ പറഞ്ഞ മുടങ്ങിയെന്ന്? മുടങ്ങിയോ? അതാ ചോദിച്ചത്. ശമ്പളം മുടങ്ങിയോ? നിങ്ങൾ മുടങ്ങിയോ ശമ്പളം? വെറുതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളമൊന്നും മുടങ്ങിയില്ല. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെങ്കിൽ ശമ്പളവും മുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കുന്നു. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിന് പിന്നാലെ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം. ഒരു ദിവസം 50,000 രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ കഴിയുന്നുള്ളൂ. ട്രഷറിയിൽ നിന്ന് ശമ്പളം പിൻവലിക്കുന്നതിനെയും നിയന്ത്രണം ബാധിക്കും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. താങ്ക്സ് മോനെ ദിനേശ്. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.